ചൊല്ലണ് എല്ലാരും ചൊല്ലണ്. ചെമ്മീൻ കരിമീൻ പ്രായലേ ചെമ്മീൻ കരിമീൻ പ്രായലേ ചെമ്മീൻ കരിമീൻ പ്രായലേ. ആ ചേച്ചി പേടി വിളി കാല ചുറ്റി നല്ല ചെമ്മീൻ എപ്പം ഇടയ്ക്കണ സാധനം ചേച്ചി തമാശ പറഞ്ഞല്ല. ഇന്ന് വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. എന്തെന്നാ ചേച്ചി ഇന്നലത്തെ മീൻ പോലെ അല്ല പെട്ടക്കണ മീൻ. അത് ഇപ്പൊ വഞ്ചിക്കാരൻ ഞാൻ എടുത്തോണ്ടെന്ന സാധനം ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ഓ ഇന്നലത്തെ മീൻ ഐസിട്ടതായിരുന്നില്ലേ? ചുമ്മാതല്ല വൈകുന്നേരം ആയപ്പോൾ ചെയ്യുന്ന തുടങ്ങാൻ തുടങ്ങിയത്. നമ്മൾ എന്ത് ചെയ്യാനാ? കടലിൽ നിന്ന് തന്നെ മീനല്ലേ, നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ പഴയതൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാനാ? പക്ഷേ ഈ സാധനം അങ്ങനെ അല്ല കേട്ടോ. ഇത് ഇപ്പോൾ കാലിൽ നിന്ന് പിടിച്ചോണ്ട് വഞ്ചിക്കാരിൽ നിന്ന് ഞാൻ മേടിച്ചോണ്ട സാധനം പടക്കണ സാധനം. ഓ മനസ്സിലായി. എന്തായാലും ഇന്ന് വേണ്ട. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണെന്ന്. ഇപ്പം കാലിൽ നിന്ന് പിടിച്ചോണ്ട സാധനം അത് ഐസ് പോലും ഇട്ടല്ല. ചേച്ചി നോക്കി ഐസ് ഇട്ടുണ്ടോ? ആയിക്കോട്ടെ കുഴപ്പമില്ല, എനിക്കിന്ന് വേണ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. ആ എന്ത് വർത്താനം ചേച്ചി പറഞ്ഞത്? കൈ നീട്ടമാണെന്ന്. ചേച്ചിയുടെ കൈ നീട്ടം കിട്ടിയ ദിവസം കുശാല എടുക്കുക. എല്ലാം ഓരോ കിലോ വെച്ച് എടുക്കാം. എടുക്കട്ടെ? കൈനീട്ടം തരാമെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, എൻ്റെ ഒട്ടും ക്യാഷും ഇല്ല. അതിനിപ്പോൾ ക്യാഷായിട്ട് കിടന്ന് ആരാ പറഞ്ഞേ? ചേച്ചി ഗൂഗിൾ പേ ചെയ്തോ. അതാവുമ്പോൾ മീൻ നാറിനെ നോട്ട് തന്നുള്ള പരാതിയും തീർന്നല്ല. നിങ്ങൾക്ക് സൗകര്യം, ഞങ്ങൾക്ക് സൗകര്യം. ഓ അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയോ? ആയോതാ. ഇപ്പം ആരുടെ അടുത്ത ഗൂഗിൾ പേ ഇല്ലാതെ മൂർക്കാങ്കടക്കാരുടെ അടുത്തൊരു ഗൂഗിൾ പേയാ. അതേതായാലും നന്നായി. ഇനിയിപ്പോൾ ചില്ലറ കൊണ്ട് നടക്കണ്ടല്ലോ. ചില്ലറ കൊണ്ടു കിടക്കണ്ടെന്നുള്ളത് മാത്രമല്ലേ ചേച്ചി കാര്യം. ഇതാവുമ്പോൾ പോക്കറ്റ് അടിച്ച് പോകുന്നോ വല്ല വഴിയിലും ചാടി പോകുന്നുള്ള പേടിയുണ്ടാ. പിന്നെ തോന്നിയ കാര്യം പറയാം, ഞാനൊരു കേസ് ആകാവാ ആരോടും പറയാൻ നിൽക്കണ്ട. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ കൊണ്ടുവന്നേക്കണ കേന്ദ്രത്തിൻ്റെ നടപടിക്ക് 100-ൽ 100 മാർക്കും കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കച്ചവടക്കാർക്കും നാട്ടുകാർക്കും പ്രയോജനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കും ഉപകാരമല്ലേ. ഇപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാലോ. അതെ ആരാ പറഞ്ഞാൽ ഗൂഗിൾ പേ കൊണ്ട് മേടിച്ച് കേന്ദ്ര സർക്കാരാണെന്ന്? അത് ക്യൂബക്കാരല്ലേ? പണ്ട് വല്ല ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ട്. അത് കണ്ടിട്ടല്ലേ കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കിയത്. അതൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ? ഇപ്പോൾ ഓരോന്ന് മണ്ടത്തരം പറയാണ്ട് വെറുതെ ഓരോരുത്തർ കാലത്തിന് ഇറങ്ങിക്കോളൂ. വെറുതെ ബോധമില്ലാണ്ട് ഓരോന്ന് തന്നെ പറയണേ. മണ്ടത്തരം പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങും. തനിക്ക് ഇതിനെ പറ്റി എങ്ങനെ അറിയാന്നേ? എങ്ങനെ അറിയാന്ന്? എടുത്താൻ ബീരാഭിമാന പത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനകത്ത് ഇതിനെക്കുറിച്ച് വലിയ ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. താൻ പിന്നെ എങ്ങനെയാണ് പേപ്പർ കൈ കൊണ്ടുപോകണം? മീൻ പൊതിയാനല്ലേ, അല്ലാണ്ട് ഉപയോഗിക്കാറില്ലല്ലോ. ബീരാഭിമാനം പത്രം എടുത്ത് വായിക്കണം. അതിനകത്ത് എല്ലാ കാര്യം വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാം. അതെ, തൻ്റെ തള്ളും കെട്ടുകൊണ്ടെന്നാലേ എൻ്റെ കൊട്ടയിലെ മീൻ ചെയ്യും. അപ്പേ ഞാൻ പോട്ടെ ചേച്ചി. കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആളെ വിട്ടു. ശരി ശരി ചേച്ചി. മീനേ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്.